Hello students, welcome back to Priyanka Tutorials. സഞ്ജയന്റെ കച്ചട്ടി സാമ്യാരുടെ കഥ എന്ന പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. കച്ചട്ടി സാമ്യാരുടെ കഥ ഈ പാഠം എഴുതിയത് മലയാള സാഹിത്യത്തിലെ ഹാസ്യ സാമ്രാട്ട് എന്നറിയപ്പെടുന്ന സഞ്ജയനാണ്. ഈ പാഠഭാഗത്തിലേക്ക് കടക്കുമ്പോൾ നാം പ്രധാനമായും മനസ്സിലാക്കേണ്ടത് ഇതാണ്: ഇതൊരു സാധാരണ കഥയല്ല, മറിച്ച് സമൂഹത്തിലെ പല പൊള്ളത്തരങ്ങളെയും നമ്മൾ നിത്യജീവിതത്തിൽ കണ്ടുവരുന്ന പല തെറ്റായ പ്രവണതകളെയും വളരെ രസകരമായി പരിഹസിക്കുന്ന ഒരു കഥയാണിത്. എന്നാൽ ഈ കഥാകൃത്തിനെ കുറിച്ച് നമുക്കൊന്ന് നോക്കാം. പ്രശസ്തനായ ഹാസ്യ സാഹിത്യകാരനാണ് സഞ്ജയൻ. സഞ്ജയൻ എന്നത് അദ്ദേഹത്തിന്റെ തൂലിക നാമമാണ്. യഥാർത്ഥ നാമം മാണിക്കോത്ത് രാവുണ്ണി നായർ എന്നതാണ്. 1903 ജൂൺ 13 തലശ്ശേരിക്കടുത്ത് ഒതയോത്ത് തറവാട്ടിൽ മാടാവിൽ കുഞ്ഞിരാമൻ വൈദ്യരുടെയും പാറുവമ്മയുടെയും മകനായാണ് സഞ്ജയൻ ജനിച്ചത്. കേരള പത്രപ്രവർത്തകൻ, നിരൂപകൻ, തത്വചിന്തകൻ, ഹാസ്യപ്രതിഭ എന്നീ നിലകളിൽ പ്രശസ്തനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ പ്രധാന കൃതികളാണ് സാഹിത്യ നികഷം, ഹാസ്യാഞ്ജലി, ഒഥല്ലോ വിവർത്തനം, സഞ്ജീവോ പ്രഖ്യാപനം. ഇതെല്ലാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട കൃതികളാണ്. കച്ചട്ടി സാമ്യാരുടെ കഥ. സഞ്ജയൻ: കുട്ടികൾ ആരെങ്കിലും അകത്തുണ്ടോ? ഉണ്ടെങ്കിൽ വിളിക്കിൻ. ഞാനൊന്ന് കച്ചട്ടി സാമ്യാരുടെ കഥ പറയാൻ പോകുന്നു. അവരോട് എന്ത് കഥയും പറയാം. കുട്ടികളുടെ ബുദ്ധി കളങ്കമില്ലാത്ത ബുദ്ധിയാണ്. മുതിർന്നവരുടെ കുശുമ്പും അസൂയയും വാശിയും ദുർമന്ത്രവും ദുർവാസനയും ദുർബുദ്ധിയും കുസൃതിയും കുണ്ടാഹണ്ടിയും ഒന്നും അവർക്കില്ല. ഒരു കഥ പറഞ്ഞാൽ അവർക്ക് രസിച്ചാൽ ചിരിക്കും, ഇല്ലെങ്കിൽ ഒരു രസവുമില്ല എന്ന് പറയും. രണ്ടായാലും ഒന്നുകൂടി പറയും എന്ന് ആവശ്യപ്പെടും. ഏതു നിലയിലും ഇത് മറ്റൊരാളെ പറ്റിയാണ്. ഇങ്ങനെ ഒരാളെ ഞാൻ അറിയും. ആ വാക്ക് പ്രയോഗിച്ചത് നമ്മുടെ ചെയർമാനെ പറ്റിയാണ്. മറ്റേത് കമ്മീഷണർക്ക് ഒരു ചൊട്ടാണ്. അങ്ങനെ എഴുതിയത് ഇന്നത്തെ സംഭവത്തെ കുറിച്ചാണ്. കോരപ്പൻ എന്ന് പറഞ്ഞാൽ പക്ഷിലക്ഷണ ശാസ്ത്രികളാണ് എന്നൊന്നും അവർ പറയുകയില്ല. സഞ്ജയന്റെ കഥകൾ കുട്ടികൾ കേട്ടാൽ മതി. നിങ്ങളും നിങ്ങളുടെ പൊളിറ്റിക്സും അവയുടെ അർത്ഥം കാണുന്ന ആൾ ഇത്രയൊക്കെ അർത്ഥം പറയുന്ന നിങ്ങൾ എന്താണ് ഭഗവത്ഗീത വ്യാഖ്യാനിക്കാത്തത്? മനുഷ്യനായാലേ കുറച്ചൊക്കെ വേണ്ട, ഞാൻ പറയുന്നില്ല. പറഞ്ഞാൽ അധികമായി പോകും. കുട്ടികൾ വന്നുവോ? ശരി, ഞാൻ അവരോടാണ് പറയുന്നത്. കുട്ടികളെ കേട്ടോളീൻ. മധുരാപുരി എന്നൊരു രാജ്യം. അവിടെ പരബ്രഹ്മയ്യർ എന്നൊരു കച്ചട്ടി കച്ചവടക്കാരൻ ഉണ്ടായിരുന്നു. അയാൾ മധുരാപുരിയിലെ ഉത്സവകാലത്ത് ഒരുപാട് കച്ചട്ടികൾ കൈവണ്ടിയിൽ കൊണ്ടുവരുന്ന വഴിക്ക് ഡിസ്ട്രിക്ട് ബോർഡിന്റെ ഒരു പച്ചത്തിന്മേൽ എത്തിയപ്പോൾ പാലം പൊളിഞ്ഞുപോയി. അതിന്റെ അടിയിൽ വെള്ളം പറ്റിയ ഒരു തോടുണ്ടായിരുന്നു. ആ തോട്ടിൽ വീണ് പരമബ്രഹ്മയ്യരുടെ കച്ചട്ടികൾ മുഴുവനും തവിട് പൊടിയായി പോയി. ഒരൊറ്റ ചട്ടി പോലും ബാക്കിയായില്ല. ഇത് പരമബ്രഹ്മയ്യർക്ക് വലിയ വ്യസനമായി. പക്ഷേ പരമബ്രഹ്മയ്യരുടെ സങ്കടം കണ്ടിട്ട് നാട്ടുകാരൊക്കെ ചിരിക്കുകയാണ് ചെയ്തത്. കാരണം അയാളെ ആ നാട്ടുകാർക്ക് കണ്ടുകൂടായിരുന്നു. ഒരാൾക്കും അയാൾ പോലും സഹായം കൊടുക്കാതിരിക്കുന്നത് കൊണ്ടാണ് അയാളെ ആരും ഇഷ്ടപ്പെടാത്തത്. അതുകൊണ്ട് അയാൾക്ക് നഷ്ടം പറ്റി എന്ന് കേട്ട് ആളുകൾ അന്യോന്യം ചായ വാങ്ങിച്ചു കൊടുക്കുകയും സൂര്യമനയെ കൊണ്ട് ഗണപതി ഹോമവും ഭഗവതി സേവ കഴിപ്പിക്കുകയും ചെയ്തു. പിറ്റേന്നത്തെ കൊല്ലം അങ്ങനെ തന്നെ പരമബ്രഹ്മയ്യർക്ക് പറ്റണമെന്ന് വെച്ചാണ് അവർ ഇങ്ങനെ ചെയ്തത്. ഇതിലെങ്കിലും പോകുമ്പോൾ ആളുകൾ അയാൾ കേൾക്കെ കച്ചട്ടി ഡിം എന്ന് പറഞ്ഞു തുടങ്ങി. ഇത് കേട്ടിട്ട് അയാൾക്ക് വലിയ ദേഷ്യമായി. അയാൾ വടി ഓങ്ങി ഇങ്ങനെ പറയുന്നവരുടെ പിന്നാലെ നാട് മുഴുവൻ പാഞ്ഞു തുടങ്ങി. ചിലപ്പോൾ വികൃതി കുട്ടികളുടെ പിന്നാലെ പായുകയാൽ അയാൾ വീണ് മുട്ടുപൊട്ടി. കുറെ കഴിഞ്ഞപ്പോൾ ആളുകൾ ഇയാളെ കണ്ടാൽ ഡിം എന്ന് മാത്രം പറയും. അപ്പോഴും അയാൾക്ക് ദേഷ്യം വരും. അവരോട് കയർക്കും. അവർ ഞങ്ങൾ എന്താണ് സ്വാമി നിങ്ങളെ പറ്റി പറഞ്ഞത്? ഞങ്ങൾക്ക് ഡിം എന്ന് പറഞ്ഞുകൂടെ? നിങ്ങളുടെ കൽപ്പന വല്ലാത്ത കൽപ്പനയല്ലേ? ഇത് ഗവൺമെന്റിന്റെ രാജ്യമാണ്. എന്താണ് ഡിം എന്ന് പറഞ്ഞാൽ? ഞങ്ങൾ ഇനിയും പറയും ഡിം ഡിം ഡിം. പരബ്രഹ്മയ്യർ ഒടുവിൽ ആ നാട്ടിലെ മജിസ്ട്രേറ്റോട് ആവലാതി പറഞ്ഞു. നഷ്ടം പറ്റിയ ഒരാളെ എല്ലാവരും പരിഹസിക്കുന്നു എന്ന് കേട്ടിട്ട് മജിസ്ട്രേറ്റ് വല്ലാതെ വ്യസനിച്ചു. ശരി സ്വാമി, നിങ്ങളുടെ കൂടെ ഇന്ന് വൈകുന്നേരം ഞാൻ വരാം. നിങ്ങളെ പരിഹസിക്കുന്ന ആളെ എനിക്ക് കാട്ടിത്തരണം എന്ന് പറഞ്ഞു. അങ്ങനെ മജിസ്ട്രേറ്റ് അയ്യരുടെ കൂടെ പോയി. അന്നൊക്കെ മജിസ്ട്രേറ്റിന് വലിയ അധികാരമാണ് കുട്ടികളെ. ഇന്നത്തെ പോലെയല്ല. ഇന്ന് അംശം അധികാരിയെ കൂടി പേടിക്കാത്ത ആളുകളാണ് ലോകത്തിലുള്ളത്. ഒക്കെ മേൽക്കീഴില്ലാത്തവരായി പോയി. അതിരിക്കട്ടെ, മജിസ്ട്രേറ്റും പരമയ്യരും കൂടി മധുരാ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറ് ഭാഗത്തെത്തിയപ്പോൾ ഒരാൾ സഞ്ജയനെ പോലെ ഒരു കുസൃതിക്കാരൻ എന്ന തന്നെ വിചാരിച്ചു കൊള്ളുവിൻ അവർക്ക് നേരെ ചെന്നു. മജിസ്ട്രേറ്റിന് സലാം പറഞ്ഞു. പരബ്രഹ്മയ്യരും സലാം പറഞ്ഞു. പക്ഷേ സലാം കഴിഞ്ഞ് കുറെ ഊക്കിൽ കൈ താഴേക്കിട്ടു.
ഇത് കണ്ടപ്പോൾ കച്ചട്ടി വീണത് ആംഗ്യം കാണിച്ചതാണെന്ന് അയ്യർ വിചാരിച്ചു. ലഹളയോട് ലഹള. കണ്ടില്ലേ യജമാനെ, എന്നെ പരിഹസിച്ചതാണ് മഹാഭാവി. കൈ താഴേക്കിട്ടത് കണ്ടില്ലേ? കച്ചട്ടി ഡിം എന്നാണ് അതിന്റെ അർത്ഥം. യജമാൻ ഇയാളെ ബന്ധാവിൽ വെക്കണം, പിഴ കൽപ്പിക്കണം, പിഴ അടച്ച് ഈ മഹാഭാവി മുടിയണം എന്നൊക്കെ പറഞ്ഞു. എന്നിട്ട് ഒന്നും പറയാതെ പരബ്രഹ്മയ്യരെ 6 മാസത്തേക്ക് കുതിരവട്ടത്തേക്ക് അയച്ചു. അങ്ങനെ ഒരു കഥ. ഇതിൽ നിന്ന് എന്താണ് കുട്ടികളെ പഠിക്കേണ്ടത്? നാട്ടിലുള്ളവരെല്ലാം നിങ്ങളെ പരിഹസിക്കുകയാണെന്ന് വിചാരിച്ചുകൊണ്ട് നടക്കരുത്. അഥവാ വാസ്തവം അങ്ങനെയാണെങ്കിൽ തന്നെ അതിനെപ്പറ്റി ചിരിച്ചു കളയണം. കോപിച്ചിട്ട് പ്രയോജനം ഇല്ല. ഒന്നാമത്, പരബ്രഹ്മയരെ പോലെ അൺപോപ്പുലർ ആവരുത്. നിങ്ങൾ എല്ലാവരും അമ്മിയാരെ പോലെ വിഡ്ഢിത്തം കാട്ടരുത് കേട്ടോ. പോയി കളിച്ചോളി. മിസ്റ്റർ, ഈ കഥ കേട്ടുവോ? കച്ചട്ടി സ്വാമിയാർ ആരാണ്? ഏതെങ്കിലും മുനിസിപ്പാലിറ്റിയിലെ ചെയർമാനോ അതോ കമ്മീഷണറോ? പറയും. നിങ്ങളെ പറ്റിയാണെന്ന് ചിലർ പറയുന്നത് ധൂർത്തായിരിക്കും അല്ലേ? എന്റെ ഈശ്വര, നിങ്ങളെ പോലുള്ള വകപടിക്കാരുടെ ഇടയിൽ സഞ്ജയനെ പോലുള്ള ചില്ലറ കുസൃതിക്കാർ എങ്ങനെ പിഴയ്ക്കും? ഇതാണ് ഇതാണ് ഈ കഥ. ഈ കഥയിലെ പ്രധാന ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലെ പ്രധാന കഥാപാത്രം ആരാണ്? പരബ്രഹ്മയ്യറാണ്. മധുരപുരിയിലെ ഒരു കച്ചട്ടി കച്ചവടക്കാരനാണ് അദ്ദേഹം. അദ്ദേഹത്തിന്റെ സ്വഭാവം എന്ന് പറയുന്നത് എന്താണ്? മറ്റുള്ളവരെ സഹായിക്കാത്ത ഒരു സ്വഭാവ മനോഭാവമാണ്. ഇതിലെ പ്രധാന സാരാംശം എന്താണെന്ന് നമുക്ക് നോക്കാം. പരബ്രഹ്മയ്യർ കച്ചവടത്തിനായി കച്ചട്ടികളുമായി പോകുമ്പോൾ വഴിയിലെ പാലം പൊളിഞ്ഞ് കച്ചട്ടികൾ വെള്ളം പറ്റിയ തോട്ടിൽ വീണ് നശിച്ചു പോകുന്നു. ഇത് കണ്ട നാട്ടുകാർ അദ്ദേഹത്തെ പരിഹസിച്ചുകൊണ്ട് കച്ചട്ടി ഡിം എന്ന് വിളിക്കാൻ തുടങ്ങുന്നു. ആളുകളുടെ ഈ പരിഹാസം പരബ്രഹ്മയ്യരെ വലിയ ദേഷ്യത്തിലാക്കുന്നു. പിന്നീട് ആളുകൾ ഡിം എന്ന് മാത്രം വിളിക്കാൻ തുടങ്ങുന്നു. ഇതിനെതിരെ അദ്ദേഹം നാട്ടുകാരോട് തർക്കിക്കുകയും ഇത് ഗവൺമെന്റ് രാജ്യമാണെന്ന് വാദിക്കുകയും ചെയ്യുന്നു. ഒടുവിൽ അദ്ദേഹം മജിസ്ട്രേറ്റിനോട് പരാതിപ്പെടുകയും തന്നെ പരിഹസിക്കുന്നവരെ കാണിച്ചു തരാൻ മജിസ്ട്രേറ്റിനോട് ആവേശപ്പെടുകയും ചെയ്യുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. 2 ആശയങ്ങളാണ് ഇതിൽ പ്രധാനമായും പറയുന്നത്. പരിഹാസവും അധികാരത്തോടുള്ള മനോഭാവമാണ്. പരിഹാസം എന്ന് പറയുന്നത് ഇതിൽ എങ്ങനെയാണ് അവതരിപ്പിക്കുന്നത്? മറ്റുള്ളവരെ സഹായിക്കാത്ത വ്യക്തികൾക്ക് സമൂഹത്തിൽ നിന്നും ഇത്തരം അവഗണനയും പരിഹാസവും നേരിടേണ്ടി വരുന്നു എന്ന് നമുക്ക് ഈ കഥയിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. കൂടുതൽ വിദ്യാഭ്യാസപരമായ വീഡിയോകൾക്കായി പ്രിയങ്ക ട്യൂട്ടോറിയൽസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ഐക്കൺ കൂടി അമർത്തുക. അടുത്ത വീഡിയോയിൽ കാണാം.